മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇനി അങ്ങേരെ അനുഭവിക്കട്ടെ. ഋഷി പറഞ്ഞുകൊണ്ട് മുത്തിയുടെ അടുത്തേക്ക് നടന്നു, കൂടെ മറ്റുള്ളവരും. സ്ത്രീയുടെ ഫ്ലാറ്റിലെത്തിയിട്ടും തനുവിനാരും വലിയ മൈൻഡാക്കുന്നില്ല. ആൾക്കതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്തിന് ഋഷി വരെ നോക്കുന്ന കൂടിയില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് കൂടി നോക്കുന്നില്ല. ആദ്യം പോലും അവൾക്ക് മുഖം കൊടുക്കുന്നില്ല. ആൾ വരില്ലെന്ന് പറഞ്ഞ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ആൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും ആകെ ഒറ്റപ്പെട്ട അവസ്ഥ. അവളുടെ മനസ്സിൽ പഴയ കളിയും ചിരിയും തമാശകളും എല്ലാം കടിനെ ഇറഞ്ഞണിയിച്ചുകൊണ്ടൊരു നിമിഷത്തേക്ക് മിന്നി മറഞ്ഞു. അവൾ പതിയെ അടുക്കളയിലേക്ക് ചെന്ന് മുത്തി ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാ. ഞാൻ ഉണ്ടാക്കാം മുത്തി. അവൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട, മോള് പോയാലും ഞാൻ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ശീലങ്ങളൊക്കെ മാറട്ടെ. മുത്തി അവൾ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. നിറകണ്ണുകൾ അവരിൽ നിന്നും മറക്കാൻ അവൾ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഇറങ്ങിയ ഋഷി അകത്തേക്ക് വന്നു. വാതിലിന്റെ അടുത്തെത്തിയതും അവളെ പുറത്തു പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തി. ഇയാളിത് എന്താ കാണിക്കുന്നത്? മാറിക്കേ. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അവനൊരു വഷള ചിരിയോടെ ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് കാണിക്കാനുള്ള എന്താ വെച്ചാൽ ഇവിടെ നിന്ന് കാണിക്കും. അതിന് ബാക്കിയുള്ളവരുടെ വഴി തടയുന്ന എന്തിനാ? അതും പറഞ്ഞ് അവനെയും തള്ളി മാറ്റി അവൾ നടന്നു. നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ ചേട്ടന്റെ കുട്ടി, ഞാനങ്ങ് തരൂരണം. അവൻ അവൾ പോയ വഴിയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുത്തിയുടെ അടുത്തേക്ക് ചെന്നു. മോനെ ഋഷിക്കുട്ടാ, കേട്ടിക്കാൻ പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള ബോധമൊക്കെ വേണം. അവരൊരു മാതിരി പ്രലോഭിപ്പിക്കരുത്, കേട്ടല്ലോ. അതാര്? ഋഷി ചോദ്യഭാഗത്തിൽ മുത്തിയെ നോക്കി. ഞാൻ തന്നെ, വേറെ ആര്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ പെണ്ണിനെ കരയിപ്പിച്ചാറുണ്ടല്ലോ. മുത്തിയാണെന്നൊന്നും ഞാൻ നോക്കൂല. കണ്ട ബംഗാളികൾക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുക്കും ഞാൻ. ഇതൊക്കെ മുത്തിയുടെ ഓരോ നമ്പരല്ലേ ഋഷിക്കുട്ടാ. നമ്പരോ? എന്തിന്? നിനക്ക് നിന്റെ ഓജസ്സും തേജസ്സുള്ള പഴയ കങ്ങയെ തിരിച്ചു തരാൻ. നിങ്ങളൊക്കെ കൂടി ഉള്ള തേജസ് നശിപ്പിക്കാന്ന എന്റെ പേടി. ഞാൻ മോനെ, നീ കുറിച്ചു വെച്ചോ. ഇന്നേക്ക് 6-ാം മാസം നിന്റെ പെണ്ണിനെ നിനക്ക് തിരിച്ചു തന്നിരിക്കും മുത്തി. ഇത് സത്യം 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 സത്യം. എന്താ മുത്തി? അയ്യോ, വിളക്കിലടിച്ചതാടാ, കൈ പൊള്ളി. ഋഷി, ആ സത്യഭാമയോട് സത്യമായിട്ട് കളിക്കാണ് ചായ കൊണ്ടുവരാൻ പറഞ്ഞേ. മനുഷ്യന്റെ ക്ഷമ നശിച്ചു. വയറ് കാളിയിട്ട് പാടില്ല. മനു പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. മുത്തി ഗ്ലാസ്സിൽ എല്ലാവർക്കുള്ള ചായ പകർന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പോയി തനുവിനെയും വിളിച്ചുകൊണ്ട് വന്നു. അവൾ മടിച്ചാണ് എല്ലാവരുടെയും കൂടെ ഇരുന്ന്. പണ്ടത്തെ പോലെയല്ല, ആകെ ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുന്നു. അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. എല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചായ കുടിക്കുന്നതിൽ മുത്തി പറഞ്ഞു. എല്ലാവരും എന്താണെന്നുള്ള ഭാഗത്തിൽ മുത്തിയെ തന്നെ നോക്കി. 6 മാസം കഴിഞ്ഞ ഋഷിക്കും തനുവിന് ഡിവോഴ്സ് ആവുന്ന സ്ഥിതിക്ക് നമുക്ക് തീയെ ഋഷിക്ക് വേണ്ടി വീണ്ടും ഒന്ന് ആലോചിച്ചാലോ? മുത്തി പറഞ്ഞു. രണ്ടുപേരുടെ നെറുകയിൽ ഒരേപോലെ കുടിച്ചുകൊണ്ടിരുന്ന ചായ കയറി ചുമക്കാൻ തുടങ്ങി. ഒന്ന് തനുവാണ്, മറ്റേത് കേട്ട ന്യൂസിന്റെ ഷോക്കിലിരിക്കുന്ന മനുവും. എന്തായാലും തനു രാഹുലിനെ കെട്ടും. അപ്പൊ പിന്നെ ഋഷിയുടെ നമുക്ക് അങ്ങ് നടത്തിക്കളയാം. നിങ്ങളെ 16 അടിയന്തരാണ് കിളവി നടത്താൻ പോകുന്നു, വഞ്ചകി. മനു ഇരുന്ന് പിറുവിറുത്ത്. എന്താ മനു, വല്ലതും പറയാനുണ്ടോ? അതിന് തീയോ സമ്മതിച്ചോ? അവൻ പ്രതീക്ഷയോടെ മുത്തിയെ നോക്കി. അവളുടെ സമ്മതം കിട്ടിയോണ്ടാണ് ഞാൻ ഈ ആലോചന വീണ്ടും മുന്നോട്ട് വെച്ചത്. അത് കേട്ടപ്പോൾ മനുവിന് എന്തോ വല്ലാത്ത വിഷമം തോന്നി. നെഞ്ചിലൊരു കൊളുത്തിവലി പോലെ. എന്നാലും പുഞ്ചിരി കൈവിടാതെ അവനിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ. തനുവും കേട്ടതിന്റെ ഷോക്കിലായിരുന്നു. അവൾ നോക്കിയപ്പോൾ ഋഷി ചെറുചിരിയോടെ ചായ ഊതി കുടിക്കുന്നുണ്ട്. അല്ലേലും എനിക്കെന്താ, കേട്ടുക ജീവിക്കുക എന്തെങ്കിലും ആവട്ടെ. എങ്കിലും കേട്ടപ്പോ നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങല് പോലെ. അപ്പൊ എല്ലാവർക്കും സമ്മതായ സ്ഥിതിക്ക് നമുക്ക് അതങ്ങ് ഉറപ്പിക്കാം. മുത്തി അവസാന തീരുമാനം പറഞ്ഞു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയെങ്കിലും തനുവും മനുവും മാത്രം കാറ്റുപോയ ബലൂൺ പോലെ ഇരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ 4 പേരും പുറപ്പെട്ടു. വീട്ടിലെത്തിയതും തനുവിനെ കണ്ടപ്പോൾ ദിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ തനുവിന്റെ മുഖത്തൊരു വാടിയ ചിരി മാത്രം വിരിഞ്ഞു. ഹായ് കൺട്രിമാൻ. അവൾ മനുവിന്റെ നേരെ കൈവീശിയെങ്കിലും അവന് നോക്കിയത് പോലുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും തള്ളിവിടാൻ വരുന്ന അവൾക്ക് എന്തോ വല്ലായ്മ പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് മനു പോവാനിറങ്ങിയപ്പോൾ അവൾ പിന്നാലെ ചെന്നു. ഹലോ, ഇയാളെന്താ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ മുഖം എങ്ങനെ ഇരുന്നാലും നിനക്കെന്നടി കുരിപ്പേ? അവൾ അടുത്ത് വന്ന് അവൻ കിടന്ന് ചീറി. എന്റെ ചെക്കന്റെ മുഖം ഇങ്ങനെ ഇരുന്നാ പിന്നെ എനിക്കല്ലാതെ ആർക്കാ കുഴപ്പം? അവൾ അടുത്തേക്ക് വന്ന് ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ വായും പൊളിച്ചു നിന്നു. വാടച്ച ഈച്ച കയറും. 2 ദിവസം കാണാണ്ടിരുന്ന പാട് എനിക്കറിയും. നാളെ വേഗം വരണേ. എന്നാ ഇപ്പൊ മോൻ വണ്ടി വിട്ടോ? അതും പറഞ്ഞ് അവന്റെ കവിളിൽ നിന്ന് അമർത്തി മുത്തി അവൾ അകത്തേക്ക് ഓടിപ്പോയി. കവിളിൽ കൈയും വെച്ച് കണ്ടതും കേട്ടതും നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ അവനും നിന്ന് കുറച്ചു നേരം. പിന്നെ ചുണ്ടിൽ ഊറി വന്ന പുഞ്ചിരിയോടെ ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോയി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയെല്ലാം ഒതുക്കി തന്ന് കിടക്കാൻ ചെന്നപ്പോൾ മുത്തി ഒരു റൂമിലും ദിയ വേറെ റൂമിലും കിടക്കുന്നുണ്ട്. തന്റെ റൂം ഒഴിഞ്ഞു കിടക്കുന്നു. ആദ്യം ഉണ്ണിയും ഹാളിൽ പുതച്ച് കിടക്കുന്നുണ്ട്.
ഋഷിയെ കാണുന്നില്ല. അവൾക്ക് ആശ്വാസം തോന്നി. അലയിലും വന്നപ്പോൾ മുതൽ മുന്നിൽപ്പെടാതെ മുഖം കൊടുക്കാതെ നടക്കുകയാണ് അവൾ. അവൾ മേല് കഴുകി വന്ന് റൂമിലേക്ക് കയറിയതും വാതിൽ പിന്നിൽ നിന്ന് അടഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഞെട്ടലോടെ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഋഷി? അവളുടെ ചുണ്ടുകൾ വിറയലോടെ മന്ത്രിച്ചു. എന്താ? അവളുടെ വാക്കുകൾ വിറകുണ്ട്. അവളുടെ ചോദ്യം കേട്ടെന്ന് പോലും നടിക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവനടുത്തേക്ക് വരുംതോറും അവളുടെ കാലുകൾ പിന്നിലേക്ക് വലിഞ്ഞു. ചുമരിനോട് ചേർന്ന് നിന്നും അവൾക്ക് ഇരുവശവും കൈകൾ കൊണ്ട് തടയണ തീർത്തു. അവൻ കുളിച്ചീറനായി നിന്ന് അവളുടെ നെറ്റിൽ വീണ്ടും വിയർപ്പ് പൊടിഞ്ഞു. അത് കവിളിലൂടെ ചാരുകൾ തീർത്ത് കഴുത്തിൽ വന്നണയുന്ന അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അതൊപ്പിയെടുക്കാൻ അവന്റെ അധരങ്ങൾ നീങ്ങിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു കഴിഞ്ഞ് അവന്റെ അനക്കൊന്നും ഇല്ലാതായതും അവൾ കണ്ണ് വലിച്ചു തുറന്നു. അവൾ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഒരു നിമിഷത്തെ പാപ്പിന് ശേഷം അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. ഡോ, താൻ ഇവിടെ ആരോട് ചോദിച്ചിട്ട് അകത്തേറിയത്? അവൾ അവന് നേരെ ചേറി. എന്തോ? എങ്ങനെ? ഇവളെന്നെ ചീത്തയാക്കിയിട്ട് അടങ്ങും. അവൻ താടി ഒഴിഞ്ഞോണ്ട് അവളുടെ നേരെ നടന്നു വന്നു. താനിങ്ങോട്ടടി തള്ളി തള്ളി കയറി വരുന്നത്? മര്യാദക്ക് ഇറങ്ങിപ്പോയി എന്റെ റൂമിൽ നിന്ന്. നിന്റെ റൂമോ? അതൊക്കെ പണ്ട്. ഇതിപ്പോ നമ്മുടെ മുറിയല്ലേ മോളെ. 6 മാസത്തേക്കാണെങ്കിലും നീ ഭാര്യയില്ലേ എന്റെ. അപ്പൊ പിന്നെ എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെ ആവട്ടെ. നീ അവൻ അവളെ നോക്കി വല്ലാത്ത രീതിയിൽ ചിരിച്ച് സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ തന്നെ ഭർത്താവായി കണ്ടിട്ടില്ല, ഇങ്ങോട്ട് കാണാനും പോകുന്നില്ല. എനിക്ക് തന്നെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവളുടെ അധരങ്ങൾ കവർന്നിരുന്നു. അവൻ തള്ളി മാറ്റാൻ നോക്കും തോറും അവന്റെ പിടി അവളിൽ മുറുകിക്കൊണ്ടേയിരുന്നു. തന്നിൽ തടസ്സം സൃഷ്ടിക്കുന്ന അവളുടെ കരങ്ങളെ ഇടത് കൈയാൽ കോർത്തെടുത്തുകൊണ്ട് വലത് കൈയാൽ അവളെ ചുറ്റിപ്പിടിച്ച് നിന്നു. കൂമ്പിയടഞ്ഞ അവളുടെ മിഴികളും ഈറഞ്ഞണിഞ്ഞ ഉടലിന്റെ തണുപ്പും ചന്ദനത്തിന്റെ സുഗന്ധവും അതിരത്തിൽ മധുരവും അവന് വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. ശരീരം ഒരു അപ്പൂപ്പൻ താടിയായി പരിണമിച്ച് വാനിൽ പാറി പറക്കുന്ന പോലെ. മനസ്സിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും വിട്ടുപോയ അവസ്ഥയിൽ അവൻ എത്തിയിരുന്നു. അവസാനം വല്ലാത്തൊരു കിതപ്പോട് അവൻ അകന്നു മാറുമ്പോൾ ചുണ്ടിൽ ചെറുതായി പൊഴിഞ്ഞ ചോരത്തുള്ളികളെ തുടച്ചുകൊണ്ട് കിതപ്പോട് ഉയർന്ന ശ്വാസഗതികളോടെ അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി പേടിപ്പിക്കലടി ഉണ്ടാക്കണേ. പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏടാ പോടോ താനെന്നൊന്നും വിളിക്കരുതെന്ന്. ഇത് വെറും സാമ്പിൾ. എവിടെ വെച്ച് വിളിച്ചാലും ആരുടെ മുന്നിലായാലും ഓൺ ദി സ്പോട്ട് ഇതുപോലെ തന്നിരിക്കും. ഒരു സംശയം വേണ്ട. ഒന്ന് ഇറങ്ങി പോവാമോ പ്ലീസ്? അവൾ ഇനിയൊന്നും താങ്ങാനുള്ള ശക്തിയില്ലാത്ത പോലെ അവന് നേരെ കൈകൾ കൂപ്പി. ഇല്ലല്ലോ, ഇനിയുള്ള 6 മാസം നമ്മൾ ഒരുമിച്ച ഈ മുറിയിൽ. കേട്ടത് വിശ്വസിക്കാനാവാത്താനും തറഞ്ഞെന്നു. അത് ഇയാൾ മാത്രം അല്ല, ഋഷിയേട്ട് മാത്രം തീരുമാനിച്ചാൽ മതിയോ? അപ്പൊ പേടിയുണ്ടല്ലേ മോൾക്ക്? ഇനി നീ ചോദിച്ചുള്ള മറുപടി തരാം. മതി, ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. കാരണം നീ എന്റെ കാമുകിയല്ല, ഭാര്യയാണ് മോളെ. അതിലും വലിയ അവകാശമൊന്നും വേണ്ടല്ലോ. അവൻ അവളെ നോക്കി പുച്ഛത്തിന്റെ ലോഡുകൾ വാരി വിതറി. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണാവോ? താനും കൈയും തലക്കൊടുത്ത് നിന്നു. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ ഗൗരവത്തിൽ അവിടെ മുമ്പിൽ വന്ന് നിന്നു. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കേൾക്കണം, കേട്ടേ പറ്റൂ. അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ, അതങ്ങ് ആഘോഷിക്കാം നമുക്ക്. അപ്പൊ എങ്ങനെയുണ്ട്? അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മീശയൊക്കെ പിരിച്ച് മുണ്ട് മടക്കി കുത്തി വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു. വേണ്ട. തനുവിന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. എന്നാ ഋഷിയേട്ടൻ പറയുന്ന മോള് കേൾക്കണം, കേട്ടേ പറ്റൂ. അല്ലെങ്കിൽ അറിയാലോ, പറഞ്ഞ പോലെ ചെയ്യും. ഒന്ന് കിട്ടിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ അല്ലേ? ആരോടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ മോളുടെ ഇഷ്ടം പോലെ നമുക്ക് ഫസ്റ്റ് നൈറ്റ് അങ്ങ് ആഘോഷിച്ചേ. ഈ ആദ്യമേ പറയണ്ടായോ? ചുമ്മാ കുറെ ടൈം കളഞ്ഞു. അതും പറഞ്ഞ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇട്ട് അവന് നിശ്വാസം തന്റെ കവിളുകളിൽ പതിഞ്ഞതും അതിന്റെ സ്ഥാനം മാറുന്നറിഞ്ഞതും പിടച്ചിലോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഋഷിയുടെ നിശ്വാസം തന്റെ അധരങ്ങളിൽ പതിയാൻ തുടങ്ങിയതും അവന്റെ കൈകൾ ഇടുപ്പിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു. സകല ശക്തിയും സംഭരിച്ച് അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റിരുന്ന ശ്വാസം ആഞ്ഞു വലിച്ചു. താനെന്തീ കാണിച്ച്? അവൾ തന്നെ നോക്കിയിരിക്കുന്ന ഋഷിയുടെ നേർക്ക് ചീറി. അതിന് ചേട്ടനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് ഷർട്ടിന്റെ 2 ബട്ടണും ഊരി അവളുടെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്തേക്ക് വരരുത്. തന്റെ അടുത്തേക്ക് വല്ലാത്തൊരു നോട്ടവുമായി വന്ന ഋഷിയുടെ തലവഴി സൈഡ് ടേബിളിൽ ഇരുന്ന ഗ്ലാസ്സിൽ വെള്ളം കമഴ്ത്തി അവൾ. എഴുന്നേറ്റ് ഓടാൻ പോയ അവളെ വട്ടം പിടിച്ച് പൊക്കിയെടുത്ത് ചുമലിൽ ചേർത്ത് നിർത്തിയവൻ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ആലോചിക്കുന്നതിന് മുന്നേ ജഗിലെ വെള്ളം അവളുടെ തലവഴി കമിഴ്ന്നിരുന്നു. എന്താ കാണിച്ച്? അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ വാ പൊത്തി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ ചുടുനിശ്വാസവും താടി രോമങ്ങളുടെ സ്പർശനവും അവളെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചെങ്കിലും അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ അവളൊരു ശ്രമം നടത്തി. അടങ്ങി നിൽക്കടി,
എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഞാൻ വിട്ടോളാം. എന്നിട്ട് അവൾ കുതിരി നോക്കി ഒരവസാന ശ്രമം എന്നോണം. അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുകി കാതോരം മുഖം ചേർത്തുകൊണ്ടൊന്ന് ഉരസി. പിടഞ്ഞുപോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നിന്നു. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കും അവള്. താൻ എന്തോ പറയാൻ തുടങ്ങിയതും ഡോറിൽ മുട്ടുകേട്ടു. അവളെ ഒന്നുകൂടെ നോക്കി അവൻ പോയി വാതിൽ തുറന്നു. മുന്നിൽ മുത്തി, തൊട്ടു പിന്നിലായി തീയും. നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്ന ഋഷിയെയും തനുവിനെയും അവർ അർത്ഥഗർഭമായി മാറി മാറി നോക്കി. നീ എന്താടാ ഇവിടെ? നിന്നോട് ഞാൻ ഹാളിൽ കിടക്കാനല്ലേ പറഞ്ഞ്? മുത്തി ഋഷിയെന്ന് ചുഴിഞ്ഞു നോക്കി. കള്ളക്കിളവി കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഋഷി തലയുറിഞ്ഞുകൊണ്ടെന്ന് പിറുവിറുത്തു. നീ ഇന്ന് പിറുവിറുക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോടാ. ഇതിനെയൊന്നും കാലനും കാണുന്നില്ലേ ദൈവമേ. ഋഷി പിറുവിറുത്തുകൊണ്ട് അവളെ ഞാൻ തിരിഞ്ഞു നോക്കി തലയും ചൊറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തനു ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. ഋഷി ചെന്ന് കിടന്നു. പുതപ്പിന്റെ ഉള്ളിൽ നിന്നൊരു തല പുറത്തേക്ക് വന്നു. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോയതാണല്ലേ, മൂഞ്ചിപ്പോയോ? ആദ്യാണ്. മിണ്ടാണ്ട് കിടന്നുറങ്ങണം. മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിക്കുക. ഒന്നൊറ്റയ്ക്ക് സംസാരിക്കണം, അത്രയല്ലേ വേണ്ടു. അത് ഞാൻ ഏറ്റു. എങ്ങനെ ഇങ്ങനെയെന്ന് ചോദ്യം വേണ്ട. ആദ്യം പറഞ്ഞതാ. വല്ലതും നടക്കൂടെ? ഋഷി പ്രതീക്ഷയോടെ അവരോട് ചോദിച്ചു. നടക്കും, നമ്മൾ നടത്തും. 3 തരം. ആദിയുടെ വാക്ക് വിശ്വസിച്ച് പാവ ഋഷി എന്തൊക്കെയോ സ്വപ്നം കണ്ടു ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഋഷി ആദിയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. എന്താണ് പ്ലാൻ എന്നറിയാൻ. ഡാ നേരത്തെയായില്ലേ, വല്ലതും നടക്കുവോ? ഋഷി അവസാനം സൈയിട്ട് ചോദിച്ചു. അടങ്ങു രമണ, ആദ്യ ഒരു കാര്യമായിട്ട് ഏറ്റതാ. എന്നാ നിനക്കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ അടക്കം ഞാൻ നടത്തും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടായോ? എന്നാ പറ, എന്താ പ്ലാന്? ഏട്ട എവിടെയെങ്കിലും പുറത്തു വയ്ക്കും പതിപോലെ. ഹോളിഡേ ആയതുകൊണ്ട് ഉണ്ണിയും തീ അവരുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഇന്ന് മുത്തിക്ക് ആയുർവേദ ആശുപത്രി തൈലം വാങ്ങാൻ പോണെന്ന് പറയുന്ന കിട്ടും. പിന്നെ ഞാനും തനി ചേച്ചിയല്ലേ ഉള്ളൂ. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ചേച്ചിയെ കൊണ്ട് ബീച്ചിൽ വരാം. ഏട്ടോ മനുവേട്ടൻ്റെ കൂടെ അവിടെ എത്തിയാൽ മതി. ഞാൻ നൈസായിട്ട് സ്കൂട്ടായിക്കോളാം. പിന്നെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ എല്ലാം പറഞ്ഞു നിർത്തിയിട്ട് വേണം വരാൻ. എപ്പടി? ആദ്യ പെരുവിരലും ചെറുവിരലും ഉയർത്തി കാണിച്ചോണ്ട് ചോദിച്ചു. ഓ അനിയാ, നീയാണ് അനിയൻ. ഈ കുഞ്ഞി തലക്കുള്ളിൽ ഇത്രയും ബുദ്ധിയുണ്ടായിരുന്നോ? വെയിലുള്ളിക്കലടാ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ണിയും തീയും മുത്തിയും റെഡിയായി വന്നു. എങ്ങോട്ടാ? തനുവിന്റെ ചുരിദാറുമിട്ട് ഫുൾ മേക്കപ്പിൽ ഇറങ്ങിയ മുത്തിയെ കണ്ട് ഋഷി ചോദിച്ചു. അത് പിന്നെ ഋഷി മോനെ, കുറച്ച് ദിവസമായിട്ട് മുത്തിക്ക് ഭയങ്കര നടുവേദന. 2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും കൊളുത്തി പിടിക്കാന്നേ. കുറച്ച് പിണ്ട തൈലം വാങ്ങിയിട്ട് വരാം. ഇന്ന് പുതിയ ടിക്ടോക്ക് ചെയ്യേണ്ടതാ. ഡാൻസ് ആണല്ലോ എൻ്റെ മെയിന്. നടുവേദന മാത്രമല്ലടാ, മുട്ടുവേദനയുണ്ട്. മുട്ടത്തൈലം വാങ്ങി തേച്ചോളി എന്നുള്ളൊരു പരസ്യം കണ്ട്, അതുകൊണ്ട് മുട്ടത്തൈലം വാങ്ങാൻ പോവാ. മുത്തി അഭിമാനത്തിൽ എല്ലാവരെയും നോക്കി. ചെല്ല്, ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചാ ആരോടൊന്നും പിന്നെ വിടില്ല. അതെന്താ ഋഷിക്കുട്ട, എന്നെ ആശുപത്രിയുടെ മോഡലാക്കുവോ? അത് തന്നെ. ആശുപത്രിയുടെ ബാക്കിൽ ഒരു കണ്ട ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, അവിടെ നിർത്തിക്കോളും ഒരു മോഡലായിട്ട്. നീ പോടാ, നിനക്ക് അസൂയാടാ. എനിക്ക് ഗ്ലാമർ ഉള്ളതിന്റെ കുശുമ്പ്. അതിനുള്ള മരുന്ന് കൂടെ ഞാൻ മേടിച്ചു വരാടാ കുരുത്തം കേട്ടവനെ. 3 നേരം കലക്കി കൊടുക്ക്, ഞാൻ ഇറങ്ങുവാ. ഹോ, മുട്ട തൈൽ എവിടെയാ കിട്ടുക? ഒക്കോ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. എന്തൊക്കെ ഉഡായിപ്പോണോ എന്തോ. ഋഷി മുത്തിയുടെ പോക്ക് നോക്കി മുകളിലേക്ക് കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അവർ പുറത്തേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഋഷി റെഡിയായി കാർ എടുത്തുകൊണ്ട് പോയി. ഋഷി പോയപ്പോൾ മുതൽ ആദി തനുവിന്റെ പിന്നാലെ നടന്ന് അവളെ കൊണ്ട് അവന്റെ കൂടെ പുറത്തു പോകാമെന്ന് സമ്മതിപ്പിച്ചു. ഋഷി മനു നേരത്തെ എത്തി ബീച്ചിൽ ഒരു സൈഡിൽ നിന്നു. വെയിൽ ആറി തുടങ്ങുന്നേ ഉള്ളൂ. ഇവനിത് എവിടെ പോയി കിടക്കുക? ബാക്കിയുള്ള ഒരു വെയിലുണ്ട് കറുക്കുമല്ലോ. ഓ, എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഗ്ലാമർ പോലെ ദൈവമേ. മനു നിന്ന് പിറുവിറുക്കുന്നുണ്ട്. എന്താടാ കുറെ നേരം കൊണകൊണാന്ന് നിന്ന് പറയുന്നു? ഒന്നുമില്ലായേ, ഒരാത്മകഥം പറഞ്ഞ നിനക്കൊക്കെ എന്തോ ആവാലോ. മനു അത് പറഞ്ഞു തിരിഞ്ഞത് ഒരു കാഴ്ച അവന്റെ കണ്ണിലുടക്കി. അവൻ കുറച്ചു നേരം കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. ഋഷിയെ നോക്കിയപ്പോൾ അവനും കണ്ടിട്ടുണ്ട്. രണ്ടുപേരും വായും പൊളിച്ച് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദിയുടെ ബൈക്ക് തനുവിനെയും കൊണ്ട് അവന്റെ മുമ്പിലായി വന്നു നിന്നു. ഋഷിയെ കണ്ടപ്പോൾ തനു ദേഷ്യത്തോടെ ആദിയെ നോക്കി. അവൾക്ക് മനസ്സിലായിരുന്നു ചേട്ടൻ അനിയനും കൂടിയുള്ള പരിപാടിയാണെന്ന്. അവൻ പതിയെ ഋഷിയുടെ അടുത്തേക്ക് ചെന്നു. ദാ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഞാൻ പോവുകയാണേ, ഒരുമിച്ച് വന്നാൽ മതി. ആദ്യം പറയേണ്ട നിർവികാരതയോടെ നിൽക്കുന്ന ഋഷിയുടെ മുഖത്തേക്ക് അവൻ എന്താന്നുള്ള അർത്ഥത്തിൽ നോക്കി. മക്കളെ, പറയുന്നോണ്ട് രണ്ടാൾക്കൊന്നും തോന്നരുത് കേട്ടോ. മനു ഋഷിയെ ആദ്യം മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ എന്താണെന്നുള്ള ഭാഗത്തിൽ അവനെ നോക്കി. ആ മുതൽ ഒരു കാലത്ത് നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആര്? ആദ്യമൊന്നും മനസ്സിലായില്ല. ദാ അങ്ങോട്ട് നോക്കി. അതും പറഞ്ഞുകൊണ്ട് മനു കൈശൂന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കടലിൽ തിരകളിൽ കാൽ നനച്ച് കളിക്കുന്ന മുത്തിയെയും വടിയും കുത്തിപ്പിടിച്ച് പിന്നാലോടുന്ന കേണലങ്കിളിനെയും കണ്ട് ആദ്യം അന്തം വിട്ട് ഋഷിയെയും തനുവിനെയും നോക്കി. ആ ഒരു അതേ അവസ്ഥയിലായിരുന്നു. 3 ആളും കണ്ട കാഴ്ചയിൽ മതിമറന്നു നിന്നു.
കിളവി എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ? മനു ആദ്യം നോക്കി. പിണ്ടതൈലം വാങ്ങിക്കാൻ. കടൽ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന ശുദ്ധമായ തൈലാവും, കിറുക്കിന് ബെസ്റ്റാ. പാവം, അത് വാങ്ങാമെന്ന അവിടെ ഋഷി. വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. മനുമുത്തിയുടെയും കേണലങ്കിളിന്റെയും കടലിൽ ഓടി നടന്നുള്ള കളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരമ്മൂമ്മയുടെ പിണ്ടതൈലം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഋഷി ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് അവിടെ അടുത്തേക്ക് നടന്നു. പിന്നാലെ മനു ആദ്യം തനു. തങ്ങളുടെ തീർക്ക് നടന്നു വരുന്ന 3 പേരെയും നോക്കി കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുത്തിയും കേണലങ്കിലും അന്തം വിട്ട് നിന്നു. ആ ഇതാരൊക്കെയാ? ഋഷിമോനും മോളും ആദിക്കുട്ടനോ? മനുമോനുണ്ടല്ലോ. എല്ലാവരും കൂടെ കടൽ കാണാൻ വന്നാവൂലേ? അല്ല, ഇവന്റെ മുത്തിക്ക് പിണ്ടതൈലം വാങ്ങാൻ. അതിവിടെ കിട്ടുന്ന പറഞ്ഞിട്ട് വന്നാ അല്ലേടാ ഋഷി? കൊടുത്തു തുടങ്ങിയോ? ഞങ്ങൾ ലേറ്റായില്ലല്ലോ അല്ലേ? മുത്തി അവരെ കണ്ട നിന്ന് പരിങ്ങാൻ തുടങ്ങി. മനുമുത്തിയുടെ പിടിക്കപ്പെട്ട പോലെ നിൽപ്പ് കണ്ടിട്ടൊന്ന് താങ്ങി. അത് പിന്നെ ഋഷിക്കുട്ട ആശുപത്രി ചെന്നപ്പോ തൈലം തീർന്നേ. അപ്പോഴാ ഇങ്ങോട്ട് വന്ന്. അപ്പോഴാ കേണലേട്ടനെ കണ്ടത്. എന്തൊരു യാദൃശ്ചികല്ലേ മോനെ, ഇപ്പൊ നമ്മളും കണ്ടുമുട്ടി. മുത്തി വീണെടുത്തിടന്ന് നന്നായിട്ടൊന്നുരുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.